നമ്മൾ തന്നെ പലപ്പോഴും ചർച്ചയിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു സംഭവമാണ് ഈ ആർട്ടും ആർട്ടിസ്റ്റും തമ്മിലുള്ള ഒരു ബന്ധം. അതായത് ചില ആളുകൾ പറയും ആർട്ടിന് ആർട്ടായി കണ്ടാൽ മതി, ആർട്ടിസ്റ്റുമായിട്ടൊരു ബന്ധമില്ല. ചിലവർ പറയും ആർട്ടും ആർട്ടിസ്റ്റും തമ്മിൽ കണക്ഷൻ ഉണ്ട് എന്നുള്ള രീതിയിൽ. പക്ഷേ നമ്മളിപ്പം പല സമയത്തും ഇന്നത്തെ കാലത്ത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന പല ആർട്ടിസ്റ്റുകളും എന്ന് പറയുമ്പോൾ അവർ അവർ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടുമ്പോഴും അവർ ചെയ്യുന്ന ആർട്ട് അത്ര നല്ലതാണെങ്കിലും അവരുടെ ചെയ്യുന്ന പല ഹീനപ്രവൃത്തികളും നമ്മൾ ഈ ആർട്ട് കാരണം നമ്മൾ മൂടി വയ്ക്കുക, അല്ലെങ്കിൽ നമ്മളതിനെ കുറച്ച് കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇങ്ങനെ പല ഡിബേറ്റുകളും കാണുന്ന സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ശരിക്കും ഇതെങ്ങനെയാണ് ഇതിനെ പ്രോസസ്സ് ചെയ്യേണ്ടത്. കാരണം ഈ ആർട്ടിനെ സെലിബ്രേറ്റ് ചെയ്യുന്നതിലൂടെ ആർട്ടിസ്റ്റ് തന്നെയാണല്ലോ ബെനിഫിറ്റ് അതിനുണ്ടാവുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഒരു തവണ നമ്മുടെ അതായത് BTSലെ RM എഴുതിയ ഒരു RMൻ്റെ 2022 ഇറങ്ങിയ ഇൻഡിഗോ എന്ന് പറഞ്ഞൊരു ആൽബമുണ്ട്. ആ ആൽബത്തിലെ യുന്ന് എന്ന് പറഞ്ഞ ഒരു സോങ്ങിൽ ഇങ്ങനൊരു വരി പറയുന്നുണ്ട്. അതായത് ഞാൻ ഒരു ആർട്ടിസ്റ്റ് ആവുന്നതിന് മുന്നേ എനിക്കൊരു ഹ്യൂമൻ ആവണം. I want to be a human before I do some art. അതായത് എനിക്ക് ആർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരു ഹ്യൂമനായിട്ട് മാറണം. അതുപോലെ തന്നെ ഞാൻ ടിൽ ഐ ഡെത്ത്, ഞാൻ മരിക്കുന്നവരെ എനിക്ക് ഒരു ഹ്യൂമനായിട്ട് തുടരുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്നുള്ളൊരു മെസ്സേജ് അതിൽ കുറച്ച് വരികൾ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ അതിനെക്കുറിച്ച് പിന്നെ ഞാൻ നോക്കിയ സമയത്താണ് യുൻ പറഞ്ഞൊരു പെയിൻറ്റർ കൊറിയയിൽ ജീവിച്ചിരുന്നു. ആ പെയിൻറ്ററിൻ്റെ മെസ്സേജാണിത്. അപ്പോൾ അദ്ദേഹം ചെയ്ത വർക്കുകളിലൂടെ ഈ RMന് കിട്ടിയ മെസ്സേജാണ് ഈ കാര്യങ്ങൾ. അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, അദ്ദേഹം ജീവിച്ച് കാണിച്ചതാണിത്. അപ്പോൾ എനിക്കും തോന്നുന്ന, എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത് ഇതാണ്, ആർട്ടും ആർട്ടിസ്റ്റും തമ്മിൽ ബന്ധമുണ്ട്. ഒരു ആർട്ടിസ്റ്റ് ആവുന്നതിന് മുന്നേ തന്നെ ഒരു മനുഷ്യനായിട്ട് മാറാനും ജീവിതകാലം ഒരു മനുഷ്യനായി തുടരാനും പറ്റുന്ന ആളുകളെ മാത്രമേ നമ്മൾ ആർട്ടിസ്റ്റായിട്ട് കണക്കാക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് പറയുക.